ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണേ. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പൊടി കുഴച്ചിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് കുഴയ്ക്കാൻ നോക്കി, നല്ല ചൂടുള്ളതുകൊണ്ടേ. അപ്പോൾ പൊടി തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ കിഴങ്ങ് കറി വെക്കാൻ പോയണേ. നമ്മൾ കിഴങ്ങ് സവാളയും പച്ചമുളകൊക്കെ വേകാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി ഇടിയപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് കറി എന്ന് വെച്ചാൽ മോൾക്ക് കൂടുതൽ ഇഷ്ടം വെള്ളക്കറിയായിട്ട് വെക്കുന്നതാണ്. അതായത് പെരിഞ്ചീരകം അരച്ചിട്ട് തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ നല്ല വറയൊക്കെ താളിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മോള് ക്ലാസ്സിന് പോകാനായിട്ട്, അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ ഓട്ടോയിലാണ് വിട്ടത്. പിന്നെ വന്നിട്ട് ഉച്ചയ്ക്കുള്ള കറിയും കൂടെ നോക്കാമെന്ന് വെച്ചിട്ട്, നേരത്തെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട്, അപ്പോൾ കുറച്ച് ചക്കക്കുരു, ഞാൻ പറഞ്ഞില്ലാന്ന്, ചക്കയുടെ കുരു നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു മെഴുക്ക് പുരട്ടി, പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്തിക്ക് നല്ല മുട്ടയുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. മത്തി കറി വയ്ക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് രാവിലെ തുണി കഴുകലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മഴ പെയ്ത കാരണം ഒന്നും വിരിച്ചിട്ടില്ല. അതങ്ങനെ വെച്ചിരിക്കുക. വെയിലറിച്ചിട്ട് വേണം കൊണ്ടുപോയി വിരിക്കാനായിട്ട്. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കറികളൊക്കെ കൂടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണേ. കറി ഒന്ന് വറ്റി വരണം, അടുപ്പത്തിരിക്കുകയാണ്. അപ്പോൾ തീ അത് കുറച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ചോറൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ സമയത്ത് മഴയൊക്കെ മാറിയിട്ട് ചെറിയ വെയിലൊക്കെ എറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അനുക്കുട്ടിയും കൂടെ തുണിയൊക്കെ വിരിച്ച്. സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണേക്കാൾ ഇന്ന് ഇച്ചിരി നേരത്തെ കഴിക്കാൻ പോയണേ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് രണ്ടുപേരും സിനിമയ്ക്ക് പോകാനായിട്ട് റെഡിയാകുന്നുണ്ട്. അനുക്കുട്ടിയും കണ്ണനും കൂടെയാണ് സിനിമയ്ക്ക് പോണത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് 1 മണിക്കെങ്കിലും പോകണമല്ലോ. നമുക്ക് ഇവിടുന്ന് ചേർത്തല വരെ ഓട്ടോ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ പെട്ടെന്നെല്ലാം ആക്കുന്നത്. അപ്പോൾ ഞാനും നേരത്തെ തന്നെ കഴിക്കാൻ പോവുകയാണ്. പിന്നെ വേറെ പണിയെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിപ്പുണ്ട്. വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. ഭയങ്കര പാടാണ്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ആ വീഡിയോ ഇടുന്നത്. കാരണം വെച്ചാൽ ഞാൻ മാത്രമല്ല, എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. കാര്യം എന്ന് വെച്ചാൽ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഭയങ്കര പാട് തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ഓർക്കും ഒന്നരാടം വീഡിയോ പോയാൽ പോരെയെന്ന്. പക്ഷേ വാച്ച് അവർ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. ചില ദിവസമൊന്നും പറ്റാറില്ല, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു കാര്യം കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാനത് മറന്നുപോയി ചോദിക്കാനായിട്ടേ. ഇപ്പം അത് ഓർത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ചില വീഡിയോയ്ക്ക് നമുക്ക് കോപ്പിറൈറ്റ് വരും അല്ലേ. അപ്പോൾ ഒരു കമൻറ്റിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് വന്ന വീഡിയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടേക്കരുതും, ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഞാനൊരു അബദ്ധം കാണിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റ് അടിച്ച് വന്ന വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് കോപ്പിറൈറ്റ് അടിച്ച് പിന്നെ കിടന്നിട്ട് വലിയ നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ എന്നോട് പറഞ്ഞു, അമ്മേ അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാനെന്തോ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. ഞാൻ ഡിലീറ്റ് ആക്കിയതിന് ശേഷമാണ് മോനോടത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ശരി, ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഞാൻ ചോറും കറികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കേട്ടിടാ. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഒരു 3-4 പാക്കറ്റ് പോപ്കോണില്ലേ, അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പനുക്കുട്ടിയാണ് പറഞ്ഞത്, സിനിമയ്ക്ക് പോവുകയല്ലേ, നമുക്ക് ബ്രേക്കിന് കഴിക്കാൻ നല്ലതാണ്, അമ്മ അതൊന്ന് ഉണ്ടാക്കുവാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ റെഡിയാവണ സമയം കൊണ്ട് ഞാനത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടാണെങ്കിൽ എപ്പോഴും സാധാരണ തിയേറ്ററിൽ ചെന്നിട്ടാണ് അത് വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞെങ്കിലും സിനിമ എന്താണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചത്. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, ഞാൻ അമ്മയോട് മാത്രമായിട്ട് പറയാം, ഞാൻ ഇവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് 2 പാക്കറ്റ് എടുത്തുള്ളൂ. 2 പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണ ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ട് നമ്മളിലെ വെയിറ്റ് ഇടാതെ കണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുള്ളത് ഇതിന് മുമ്പ്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ചീനച്ചട്ടിയിലേക്കൊന്ന് ഇട്ട് കേട്ടാ. നമ്മുടെ ഇത് നോൺ സ്റ്റിക്കൊന്നുമല്ല, സാധാരണ ചീനച്ചട്ടി തന്നെയാണ്. എന്നിട്ട് ഞാൻ അതൊരു ചില്ലിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തെറിച്ച് വീഴുന്നത് കാണാൻ നല്ല ഭംഗിയാണേ. അങ്ങനെ അത് റെഡിയാക്കി എടുത്ത് ഞാൻ പാക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. പിന്നെ അവർ കാണാൻ പോണ സിനിമയുടെ പേര് ധീരൻ ആണ്. ധീരൻ. അങ്ങനെ അവർ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ കുറച്ച് തൂക്കാനും കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് ചെയ്യണം. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്നോർത്ത് ചൂലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇറങ്ങുമ്പോൾ ചൂല് കാണണ്ടല്ലോ. അങ്ങനെ അവരെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇവിടെ നിൽക്കണേ. അപ്പോൾ ഇപ്പം നല്ല വെയിലാണ്, മഴയൊന്നുമില്ല, മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഉച്ച സമയമായപ്പോഴത്തേക്ക് കുറച്ച് വെയിലൊക്കെ എറിച്ച്. ഇപ്പം മഴക്കാറൊന്നുമില്ല, എന്നാലും മഴക്കോട്ട് വണ്ടിയുടെ അകത്തുണ്ട്. പിന്നെ ഉടനെ ഞാൻ ആ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എല്ലാം ഒന്ന് അടിച്ചു വാരി ഇട്ടേക്കണമെങ്കിൽ പിന്നെ മഴ വന്നു കഴിഞ്ഞ് ഇതൊന്നും അടിച്ചു വരാൻ പറ്റത്തില്ല. എല്ലാം നനഞ്ഞ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ചൂല് കൊണ്ട് അടിച്ചാലൊന്നും വരത്തില്ല. കുറച്ച് ഉണങ്ങി കിടക്കുന്ന സമയത്ത് തന്നെ ഒന്ന് അടിച്ചു വരാമെന്ന് വെച്ച്. ഞാനിത് അടിച്ചു വാരിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ അതവിടെ വെച്ചിട്ട് പിന്നെ സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ഗേറ്റിന് വെളിയിലൊക്കെ അടിച്ചത്. ഞാൻ അതിന് ശേഷമാണ് വന്ന് അടിച്ചത്. ഇവിടെ മാത്രമേ ആദ്യം അടിച്ചു വാരിയിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതായിരുന്നേ. അങ്ങനെ പിന്നെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്താന്നേ വിളിക്കാൻ ഉദ്ദേശിച്ചവരെ കൂടെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഓർക്കുമ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാൻ ഓർത്തിരിക്കും, ഇങ്ങനെ വിളിക്കാമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ മറന്നു പോകും. അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അനിയത്തീനെ അങ്ങോട്ട് വിളിച്ച് അനിയത്തിയായിട്ടൊക്കെ സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഗേറ്റിൻ്റെ വെളിയിലേക്ക് അടിച്ചു വരാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ സമയം ഒരു 3:30-4 മണിയൊക്കെ ആകുന്നുണ്ടല്ലോ കേട്ടോ. മോള് വരാനൊക്കെ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ കണിച്ചുളങ്ങര വന്നിട്ട് എന്നെ വിളിച്ചായിരുന്നു, അണ്ണൻ വീട്ടിലുണ്ട്, അണ്ണൻ ഇങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ ഇവർ സിനിമയ്ക്ക് പോയ കാര്യം മോൾക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സിനിമയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കണിച്ചുളങ്ങര വന്നിട്ട് ഓട്ടോ വിളിച്ച് പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ. പിന്നെ ഒരു 5-5:30 കഴിഞ്ഞപ്പോൾ മക്കൾ 2 പേര് സിനിമ കണ്ടിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ KFC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ് 3 പേർക്കും കഴിക്കാനായിട്ട്. KFC കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിക്കലട്ടെ, എനിക്കിഷ്ടമല്ല ഈ സാധനം. അപ്പോൾ അവർ കഴിക്കാനൊക്കെ എടുത്ത് വെച്ചതാണേ. അപ്പോൾ ഞാനിവിടെ അട വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ അതുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കി നാളത്തേക്കാണെങ്കിൽ എടുക്കാമല്ലോ. അത് നമുക്ക് ആവി കയറ്റിയിട്ടാണെങ്കിൽ നാളെ എടുക്കാം, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ എപ്പോഴും അട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കണ്ടല്ലെന്ന് വെച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടായിട്ടാ അത് വീഡിയോ എടുക്കാതിരുന്നത്. കഴിക്കാനായിട്ട് എന്നെ കൂടുതലും നിർബന്ധിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഇത് നേരത്തെ തൊട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിട്ടാണ്, ഞാൻ കഴിക്കത്തുമില്ല. പിന്നെ അവർക്ക് ഇതേ കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിലേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.